അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിൽ തേടി എത്തുന്നവരിൽ നിരവധി ക്രിമിനൽ സംഘങ്ങളുണ്ട്. ഇവിടെ കൊലപാതകവും മോഷണവും നടത്തി നാടുവിട്ടാൽ അവരെ പിടികൂടുന്നത് വെല്ലുവിളിയാണ്. എന്നാൽ കേരള പോലീസ് ഇപ്പോൾ ഇത്തരം ക്രിമിനലുകൾക്ക് പിന്നാലെയുണ്ട്. സംസ്ഥാനം വിട്ടാലും നിങ്ങളെ പൊക്കിയിരിക്കുന്നു. മലപ്പുറത്ത് വ്യാപാരിയെ കൊലപ്പെടുത്തി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 12 വർഷങ്ങൾക്ക് ശേഷം പോലീസ് ഒഡീഷയിലേക്ക് പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശി സഞ്ജയ് റാണയെയാണ് അറസ്റ്റ് ചെയ്തത്. ഒഡീഷയിൽ വ്യാജ പേരിൽ ഇയാൾ ഒളിച്ചു കഴിയുകയായിരുന്നു. വ്യാപാരിയെ കഴുത്തറുത്തു കൊന്ന കേസിൽ 12 വർഷം മുൻപ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ ഒഡീഷയിലെ ഒളിസങ്കേതത്തിലെത്തിയാണ് പോലീസ് പിടികൂടിയത്. രേഖകളും പേരും മാറ്റി ഒഡീഷയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി സഞ്ജയ് റാണ. കേസിലെ മുഖ്യപ്രതിയും സഞ്ജയ് റാണയുടെ സഹോദരനുമായ ബിജോയ് റാണ ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം. കിഴക്കേ പാണ്ടിക്കാട് സ്വദേശിയായ വ്യാപാരി പേർക്കുത്ത് മുഹമ്മദ് എന്ന 68-കാരൻ കടയടച്ചു പോകവേ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാണ്ടിക്കാട് ചിറ്റടിപ്പാടത്ത് വെച്ച് ബിജോയ് റാണയും സഞ്ജയ് റാണയും ചേർന്ന് മുഹമ്മദിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ബിജോയ് റാണയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് കൂട്ടുനിന്നു, തെളിവ് നശിപ്പിക്കാൻ സഹായം നൽകി എന്നിവയായിരുന്നു സഞ്ജയ് റാണയ്ക്കെതിരായ കുറ്റം. 2014 ഇരുവരും ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. തുടർന്ന് പോലീസ് വർഷങ്ങളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സഞ്ജയ് രേഖകൾ മാറ്റി ഒഡീഷയിൽ ഒളിവിൽ കഴിയുന്നതായി കണ്ടെത്തിയത്. തുടർന്നാണ് പാണ്ടിക്കാട് CI പ്രകാശൻ, SI അനൂപ്, CPO ജിഗീഷ്, CPO ധനേഷ് എന്നിവരടങ്ങുന്ന സംഘം ഒഡീഷയിലെത്തി സഞ്ജയ് റാണയെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.